നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വേഴ്സസ് ഗെറ്റാഫെ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് റയൽ മാഡ്രിഡിൻ്റെ അർജന്റീൻ താരം ഫ്രാങ്കോ മസ്റ്റൻഡൂനോക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തത്. എന്തിനാണ് ആ റെഡ് കാർഡ് എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയത്. കാരണം അവിടെ അത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തിന് റഫറി പെട്ടെന്ന് എടുത്ത് റെഡ് കാർഡ് കൊടുത്തു? അപ്പോൾ തന്നെ അതിൽ കാര്യം വ്യക്തമാണ്, റഫറിയോട് എന്തോ മോശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസ്റ്റൻഡൂനോ എന്താണ് റഫറി ഇത്ര പ്രകോപിപ്പിക്കാൻ മാത്രം പറഞ്ഞത്? ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മസ്റ്റൻഡൂനോ റഫറിയോട് പറഞ്ഞത് വാട്ട് എ ഷെയിം, പിന്നെ ഒരു എഫ് വേർഡ് ചേർത്തുകൊണ്ട് ഷെയിം എന്ന് പറഞ്ഞു. ഇത് റഫറിക്ക് പിടിച്ചില്ല. റഫറി പ്രകോപിതനായി. റഫറി നേരെ റെഡ് കാർഡ് എടുത്ത് വീശി എന്നാണ് മാഡ്രിഡ് അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല അതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് കണ്ടറിയണം. ലഭ്യമാവുന്ന ഇപ്പോഴത്തെ വിവരം ഇതാണ്. വാട്ട് എ ഷെയിം, ഷെയിം എന്നുകൂടി അങ്ങ് ചേർത്ത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും റയലിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മസ്റ്റൻഡൂനോ, തൻ്റെ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടാവുക. കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയതായിരുന്നു. ഏതായാലും ആ ഒരു ഘട്ടത്തിൽ റെഡ് കാർഡ് വാങ്ങി താരം പുറത്തേക്ക് പോയി. ഇപ്പം റയൽ മാഡ്രിഡ് താരങ്ങൾ റഫറിയോട് പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കളിക്ക് ശേഷം കോച്ച് അൽവാരോ അർബിലോവയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കരുത്. വെറുതെ റെഡ് കാർഡ് വാങ്ങി പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എനിക്കറിയില്ല എന്താണ് അവൻ റഫറിയോട് പറഞ്ഞത് എന്ന്. ഓൾറെഡി കുറച്ച് യെല്ലോ കാർഡുകളൊക്കെ കിട്ടി. ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് സസ്പെൻഡായ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്നുകൂടി അൽവാരോ അർബിലോവ പറയുന്നുണ്ട്. പിന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഫ്രാങ്കോ മസ്റ്റൻഡൂനോക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര വലിയൊരു ഇമ്പാക്റ്റ് റയൽ മാഡ്രിഡിൽ എത്തിയിട്ട് ഉണ്ടാക്കുന്നില്ല. കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നെർവി ആയിട്ടുള്ള രൂപത്തിലാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അർബിലോവ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അവൻ 18 വയസ്സുള്ള ആളാണ്. ഇപ്പോൾ അവർ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സമയമെടുക്കും. റയലിൽ എത്തുക എന്നത് തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ പൊട്ടൻഷ്യലുള്ള കളിക്കാരനാണ്. തീർച്ചയായിട്ടും അവൻ മെച്ചപ്പെടും എന്നാണ് അർബിലോവ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.